അങ്ങനെ കേരളത്തിലേറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഭക്തരുടെ വിശ്വാസങ്ങളെ പോലും ആഴത്തിൽ മുറിവേൽപ്പിച്ച ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു. ശബരിമലയിലെ കട്ടിളപ്പാളികളിൽ നിന്നും സ്വർണം അപഹരിച്ചുവെന്ന കേസിൽ ജാമ്യം ലഭിച്ചതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുൻപിൽ ജയിൽ ഗേറ്റുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടായത്. കേരളത്തിലെ SIT അഥവാ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അക്ഷരാർത്ഥത്തിൽ കോടതിയിൽ നിന്നുണ്ടായത് കനത്ത തിരിച്ചടി തന്നെയാണെന്നതും പറയേണ്ടി വരും. അതിനേക്കാളും ഉപരി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കുറ്റാന്വേഷണ മികവ് കൂടിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം SIT റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇവിടെ കൊല്ലം വിജിലൻസ് കോടതി പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. അതുതന്നെയാണ് നിലവിൽ പോറ്റിക്ക് ജയിലിന് പുറത്തേക്കുള്ള വഴി തെളിച്ചതും. കാരണം ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിൽ കുറ്റപത്രമില്ലാതെ 90 ദിവസത്തിൽ കൂടുതൽ ഒരു പ്രതിയെ അഥവാ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളെ തടവിൽ പാർപ്പിക്കുന്നത് അനുവദനീയമല്ല. അതേ നിയമപരിരക്ഷ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇവിടെ ലഭിച്ചതും. സ്വാഭാവിക ജാമ്യം പ്രതിയുടെ നിയമപരമായ അവകാശമാണെന്ന് കോടതി നേരത്തെയും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും കുറ്റപത്രം നൽകാൻ വൈകിയതോടെയാണ് ജാമ്യത്തിന് വഴിയൊരുങ്ങിയത്. 2 കേസുകളിലും ജാമ്യം ലഭിച്ചതോടെ പോറ്റി ഇന്ന് തന്നെ പുറത്തിറങ്ങും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിലാണ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. കൊല്ലം വിജിലൻസ് കോടതി കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കരുത്, സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാൻ പാടില്ല, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ആഴ്ചയിൽ 2 തവണ വീതം ഹാജരാകണം, അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന സമയത്തും ഹാജരാകണം എന്നിങ്ങനെയുള്ള ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. 2025 ഒക്ടോബർ 17-നാണ് ദ്വാരപാലക ശില്പ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 90 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് ജനുവരി 21-ന് ദ്വാരപാലക കേസിൽ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. കട്ടിളപ്പാളി കേസിൽ 2025 നവംബർ 3-നായിരുന്നു പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ദ്വാരപാലക കേസിൽ പോറ്റിക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. 2 കേസുകളിലും ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് തന്നെ ജയിൽ മോചിതനാകും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ കേസിൽ ഇതുവരെ 4 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞു. 4 പ്രതികൾ നേരത്തെ പുറത്തിറങ്ങിയിരുന്നു എന്ന് സാരം. ദ്വാരപാലക കേസിൽ ഇക്കഴിഞ്ഞ ജനുവരി 21-നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചത്. കേസിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെന്നും സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്നുമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം. ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിച്ച് 1 മാസം പിന്നീട് മുൻപാണ് 2ാമത്തെ കേസിലും പോറ്റിക്ക് ജാമ്യം ലഭിച്ചത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടുതൽ കേസുകൾ എടുക്കാനുള്ള SITയുടെ നീക്കവും ഇതുകൂടിയായപ്പോൾ അടിമുടി പാളി. സാമ്പത്തിക തട്ടിപ്പിൽ കേസെടുക്കുവാനുള്ള നീക്കവും SIT ഉപേക്ഷിച്ചു. പരാതിക്കാർ വീണ്ടും വരാൻ തയ്യാറാകാത്തതാണ് തിരിച്ചടിയായിരിക്കുന്നത്. നിലവിലുള്ള റിയൽ എസ്റ്റേറ്റ്, ചെക്ക് കേസുകളും ഒത്തുതീർപ്പായി. കോടതിയിൽ ഇതും തിരിച്ചടിയാകുമെന്നും SIT വിലയിരുത്തുന്നു. പുതിയ പരാതിക്കാരെ കണ്ടെത്താനാവാത്തതും തിരിച്ചടിയാണ്. ഇതോടെ പുറത്തിറങ്ങുന്ന പോറ്റിയെ അറസ്റ്റ് ചെയ്യാൻ ഒരു വിധത്തിലും ഒരു രീതിയിലും നിയമപരമായി കഴിയുകയുമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന ആദ്യ ആൾ. ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ കട്ടിളപ്പാളി കേസിലും മുരാരി ബാബുവിന് ജാമ്യം ലഭിക്കുകയായിരുന്നു. കൊല്ലം വിജിലൻസ് കോടതി തന്നെയായിരുന്നു ഈ ജാമ്യം അനുവദിച്ചത്. റാന്നി കോടതി പരിധിയിൽ പ്രവേശിക്കരുത്, അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം, തെളിവുകൾ നശിപ്പിക്കരുത് തുടങ്ങിയ വ്യവസ്ഥകളായിരുന്നു കോടതി അന്ന് മുന്നോട്ട് വെച്ചത്. മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറിനും ജാമ്യം ലഭിച്ചു. ജനുവരി 29-നായിരുന്നു ശ്രീകുമാറിന് ജാമ്യം ലഭിച്ചത്. റിമാൻഡിലായി 43-ാം ദിവസം S ശ്രീകുമാറിന് തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി കോടതി ജാമ്യം നൽകുകയായിരുന്നു. അതുപോലെ തന്നെ ശ്രീകുമാറിന് ജാമ്യം അനുവദിക്കുമ്പോഴും കോടതി കർശന ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അവസാനം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ആയിരുന്നു. ആദ്യം ദ്വാരപാലക കേസിലും പിന്നാലെ ഫെബ്രുവരി 2-ന് കട്ടിളപ്പാളി കേസിലും സുധീഷ് കുമാറിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. അതേസമയം പോറ്റിക്ക് ജാമ്യം ലഭിച്ചാലുടൻ ചോദ്യം ചെയ്യാനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയക്കുമെന്ന വിവരങ്ങൾ രാവിലെ പുറത്തു വന്നിരുന്നു. ജാമ്യം കിട്ടിയതോടെ ED നടപടികൾ വേഗത്തിലാക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. കൊച്ചിയിൽ ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയാകും ചോദ്യം ചെയ്യുക. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ വീണ്ടും റിമാൻഡും ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. തന്ത്രിയുടെ റിമാൻഡ് കാലാവധി ഈ മാസം 19 വരെ നീട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക കട്ടിളപ്പാളി സ്വർണം മോഷ്ടിക്കുന്നതിന് മുൻപ്, അതിനും 2 വർഷങ്ങൾക്ക് മുൻപ് ശബരിമലയിൽ മോഷണ പണി തുടങ്ങി എന്ന് തെളിയിക്കുന്ന തെളിവുകളും സമീപ ദിവസം ഒരു പ്രമുഖ മാധ്യമം പുറത്തുവിട്ടിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പണിക്കായി ശബരിമലയിൽ കയറ്റിയത് 2019-ലല്ലെന്നും 2017-ലാണെന്നും തെളിയിക്കുന്നതായിരുന്നു ഈ രേഖകൾ. 2017-ൽ മണികൾ മാറ്റി സ്ഥാപിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി നൽകുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവും ഒരു പ്രമുഖ മാധ്യമം പുറത്തുവിട്ടിരുന്നു. ശബരിമലയിൽ പുരാതനമായ 2 കൂറ്റൻ മണികളും
മണിമണ്ഡപവും 4 കമ്പവിളക്കുകളും സ്പോൺസർ ചെയ്യാൻ അഭിഭാഷക കമ്മീഷണർ അഡ്വക്കേറ്റ് ASP കുറുപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചതിന്റെ തെളിവുകളും ഇതിനോടൊപ്പം പുറത്തു വന്നു. അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു. അതേസമയം ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയിൽ വിജിലൻസ് വൻ ക്രമക്കേടും കണ്ടെത്തിയിരുന്നു. 25 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് കണ്ടെത്തൽ. നെയ് പാക്ക് ചെയ്യുന്ന പ്ലാന്റിൽ സ്റ്റോക്ക് രജിസ്റ്ററും ലെഡ്ജറുമില്ല. ദേവസ്വത്തിന്റെ 4 കൗണ്ടറുകളിലൂടെയാണ് നെയ് വിൽപ്പന നടത്താറുള്ളത്. എന്നാൽ വിൽപ്പനയ്ക്കായി ഏത് ദേവസ്വം കൗണ്ടറിലേക്കാണ് നെയ് കൈമാറിയത് എന്നതിന് പോലും രേഖകളില്ല. കൂടുതൽ കണ്ടെത്തലുകൾക്കായി സംസ്ഥാന ഓഡിറ്റ് വിഭാഗം വിശദമായ ഓഡിറ്റിംഗ് നടപടികളും തുടങ്ങിയിട്ടുണ്ട്. അത് പൂർത്തിയാക്കുന്നതിന് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക. എന്തായാലും കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ചൂടുപിടിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഗുരുതരമായ ഒരു കേസ്, അതും ഭക്തലക്ഷങ്ങൾ പുണ്യഭൂമിയായി കരുതുന്ന ശബരിമലയിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ ഒരു പകൽ കൊള്ള. അതിലെ മുഖ്യപ്രതി കൂടി ജയിൽ മോചിതനാകുമ്പോൾ അത് സർക്കാരിനും ഭരണപക്ഷത്തിനും ഏൽപ്പിക്കുന്ന പ്രഹരവും ചെറുതല്ല. വരും ദിവസങ്ങൾ പ്രതിപക്ഷവും BJPയും ഇത് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കാനുള്ള സാധ്യതയും നിലവിൽ തള്ളിക്കളയാനാവില്ല.